السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يسألونك عن الساعة أيان مرساها فيما أنت من ذكراها إلى ربك منتهاها إنما أنت منذر من يخشاها كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, സത്യവിശ്വാസവും തഖ്വയും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിന്റെ സകല മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന്റെ നേരിന്റെ പാതയിലൂടെ മുന്നോട്ടു പോകണേ എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം കഴിഞ്ഞാൽ ഇസ്ലാമിലെ വിശ്വാസ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണ് ആഖിറത്തിലുള്ള വിശ്വാസം അഥവാ അന്ത്യനാളിലുള്ള വിശ്വാസം. മദ്രസകളിൽ നിന്ന് ചെറുപ്പകാലം മുതലേ നാം എണ്ണിപ്പടിച്ച കാര്യമാണത്. സർവലോക പരിപാലകനായ അല്ലാഹുവിൽ വിശ്വസിക്കുക, അവനെ ശരിക്ക് മനസ്സിലാക്കുക എന്നതാണ് വിശ്വാസകാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത്. അല്ലാഹുവിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലാഹുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശ്വാസകാര്യങ്ങളിൽ സുപ്രധാനമാണ് ആഖിറത്തിലുള്ള വിശ്വാസം, അന്ത്യദിനത്തിലുള്ള വിശ്വാസം. എപ്പോഴാണ് അന്ത്യദിനം സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. അത് സർവലോക പരിപാലകനായ അല്ലാഹുവിന്റെ ഗൈബിയായ ഇൽമിൽപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് അവന്റെ അമ്പിയാക്കന്മാർ. ആ അമ്പിയാക്കന്മാർക്ക് പോലും എപ്പോഴാണ് അന്ത്യദിനം സംഭവിക്കുക എന്ന് അറിയില്ല. അല്ലാഹുവിന്റെ അടുക്കൽ സാമീപ്യം സിദ്ധിച്ച മലക്കുകൾക്ക് പോലും അന്ത്യദിനം എന്നാണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല. അല്ലാഹു ഒരാൾക്കും അറിയിച്ചു കൊടുക്കാത്ത ഒരു വിവരമാണത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചില ആളുകൾ അല്ലാഹുവിന്റെ പ്രവാചകനോട് വന്ന് ചോദിച്ചു, നബിയെ, എപ്പോഴാണ് അന്ത്യദിനം സംഭവിക്കുക, എന്നാണ് അന്ത്യദിനം സംഭവിക്കുക എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ച അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു പറയുകയാണ്, നബിയെ, ആ ചോദിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ മറുപടി പറയണം.
അവർക്ക് മറുപടി നൽകാൻ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വചനങ്ങൾ അവതരിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൻ നാസിആത്തിന്റെ അവസാനത്തിൽ കാണാം, യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹാ. നബിയെ, അവർ നിങ്ങളോട് ചോദിക്കുന്നു എപ്പോഴാണ് ഈ അന്ത്യദിനം സംഭവിക്കുക എന്ന്. ഫീമ അൻത മിൻ ദിക്റാഹാ, അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് വിവരമാണുള്ളത്? അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാൻ കഴിയുക? ഇലാ റബ്ബിക മുൻതഹാഹാ, അത് നിങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് ചെന്നെത്തുന്ന കാര്യമാണ്. അതിന്റെ കലാശം നിങ്ങളുടെ രക്ഷിതാവിങ്കലാണ്. അള്ളാഹുവിനാണ് എപ്പോഴാണ് അന്ത്യദിനം സംഭവിക്കുക എന്ന് കൃത്യമായി പറയാൻ കഴിയുക. ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ശാഹാ, അതിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് താക്കീത് നൽകുന്ന ഒരു താക്കീതുകാരൻ മാത്രമാണ് നബിയെ നിങ്ങൾ. എന്നാൽ കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസു ഇല്ലാ അശിയതൻ ഔ ദുഹാഹാ. കഅന്നഹും യൗമ യറൗനഹാ, അവർ അതിനെ കാണുന്ന ദിവസം, ജനങ്ങൾ അന്ത്യനാളിനെ കാണുന്ന ദിവസം, ലം യൽബസു ഇല്ലാ അശിയതൻ ഔ ദുഹാഹാ, ഒരു ദുഹാ സമയമോ അല്ലെങ്കിൽ ഒരു സായാഹ്ന സമയമോ ഒരു വൈകുന്നേരമോ മാത്രം ഇവിടെ താമസിച്ചതുപോലെ അവർക്ക് തോന്നിപ്പോകും. ഈ ലോകത്ത് അവർ താമസിച്ചത് ഒരു ദുഹാ സമയത്തിന്റെ അത്ര സമയം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു വൈകുന്നേര സമയം മാത്രമാണ് ഈ ലോകത്ത് താമസിച്ചത് എന്ന് ആളുകൾക്ക് തോന്നിപ്പോകും. അങ്ങനെയായിരിക്കും ആ അന്ത്യദിനം അവർക്ക് വന്നെത്തുന്നത് എന്നാണെന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല. അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുമില്ല. അള്ളാഹുവിന്റെ റസൂലിനോട് തന്നെ അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്നിധാനത്തിൽ വന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, മത്തസ്സാഅ, എപ്പോഴാണ് നബിയെ അന്ത്യദിനം സംഭവിക്കുക? ആ അവസരത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സാഇൽ, ഇവിടെ ചോദിക്കുന്നവനേക്കാൾ ചോദിക്കപ്പെട്ടവന് ഈ വിഷയത്തിൽ ഒരറിവുമില്ല എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിന് നൽകിയ മറുപടി എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അന്ത്യദിനം എപ്പോഴാണ് സംഭവിക്കുക എന്ന് പറയാൻ അള്ളാഹുവിന്റെ പ്രവാചകനെ കൊണ്ട് സാധ്യമല്ലെങ്കിലും വിശുദ്ധ ഖുർആനും ഹദീസുകളും പരിശോധിച്ചു നോക്കിയാൽ അന്ത്യദിനം അടുക്കുമ്പോൾ ഈ ഭൗതിക ലോകത്ത് നടക്കുന്ന ചില സംഭവങ്ങളെക്കുറിച്ച്, അടയാളങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആനും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകളും നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അന്ത്യനാളിന്റെ അടയാളങ്ങൾ, അതിന് അശ്റാത്തുസ്സാഅ അല്ലെങ്കിൽ അലാമാത്തുസ്സാഅ, അന്ത്യനാളിന്റെ ലക്ഷണങ്ങൾ, അടയാളങ്ങൾ എന്നൊക്കെയാണ് അതിന് പറയുക. അശ്റാത്ത്, ഷറത്ത് എന്ന പദത്തിന്റെ ബഹുവചനമാണ് അശ്റാത്ത്. അടയാളങ്ങൾ, അലാമാത്ത്, ലക്ഷണങ്ങൾ എന്നൊക്കെയാണ് അതിന് പറയുക. ഈ ഭൗതിക ലോകത്ത്, ഈ ദുനിയാവിൽ അന്ത്യദിനം അടുക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് ഒരുപാട് അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. ഒരുപാട് ലക്ഷണങ്ങൾ കാണാൻ കഴിയും. ആ ലക്ഷണങ്ങൾ തന്നെ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ രണ്ട് രൂപത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. അതിലൊന്നാമത്തേത് അശ്റാത്തുസ് സുഗ്റ, ചെറിയ ലക്ഷണങ്ങൾ, ചെറിയ അടയാളങ്ങൾ. അന്ത്യദിനം അടുക്കുന്നതിന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഭൗതിക ലോകത്ത് പ്രത്യക്ഷപ്പെടുന്ന, ഈ ലോകത്ത് പ്രത്യക്ഷപ്പെടുന്ന ചില അടയാളങ്ങൾ. അന്ത്യദിനം വരുന്നതേയുള്ളൂ, പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ ചെറിയ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. അതിന് ധാരാളം ഉദാഹരണങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഏതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ നിയോഗം പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിയോഗം അന്ത്യദിനത്തിന്റെ അടയാളമാണ്. അതുപോലെ തന്നെ ഇൻഷിഖാഖുൽ ഖമർ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലത്ത് ചന്ദ്രൻ പിളർന്നു. വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രൻ പിളർന്നത് അന്ത്യനാളിന്റെ ഒരു അടയാളമാണ്. അതുപോലെ മൗത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മരണം അന്ത്യദിനത്തിന്റെ ഒരു അടയാളമാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതൊക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അത് ചെറിയ അടയാളങ്ങളാണ്. എന്നാൽ അന്ത്യനാള് അടുക്കുന്നതിന്റെ, അന്ത്യനാള് സംഭവിക്കുന്നതിന്റെ തൊട്ടു മുൻപ് സംഭവിക്കുന്ന ചില അടയാളങ്ങളുണ്ട്, ചില ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങൾക്ക്
അഷറാത്തുൽ കുബ്ര എന്നാണ് പറയുക. വലിയ അടയാളങ്ങൾ, വലിയ ലക്ഷണങ്ങൾ, അന്ത്യനാള് സംഭവിക്കുന്നതിന്റെ തൊട്ടു മുൻപ് ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്ത് പ്രത്യക്ഷപ്പെടുന്ന, സംഭവിക്കുന്ന അടയാളങ്ങൾ അത് ധാരാളമുണ്ട്. ഹദീസിന്റെ കിതാബുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ധാരാളം കാണാൻ കഴിയും. അക്കൂട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത് മസീഹുദ് ദജ്ജാലിന്റെ ആഗമനം.